ദിശ പട്ടാനി, മറ്റേ ആദ്യത്തെ പ്രവാസന കൊടുത്ത് വരുന്ന നായിക. അവരുടെ ശബ്ദം അമലാപ്പോളുടെ ശബ്ദം. അമലാപ്പോളാന്ന് തോന്നുന്നു ശബ്ദം കൊടുത്തത്. ആ സിമിലാരിറ്റി നമുക്ക് കിട്ടുക. അതൊക്കെ മലയാളത്തിലായതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇനി അവിടെ തോന്നറിയില്ല. അവൾക്ക് ഉള്ള പേരെന്തായിരുന്നു ഇങ്ങനെ ആയിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ അവളൊന്നും കാണിച്ചില്ല. പിന്നെ എവിടെയോ പോയി, എവിടെയോ അല്ലേ. അവനവിടെ വിട്ടല്ലോ, അവനോട് വിട്ട് ഇങ്ങോട്ട് വന്നു. അവൻ അവർക്ക് വല്ല പണിഷ്മെന്റ്, അവർക്ക് എന്തോ ജോലി പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അവളെ പിടിച്ച് അതിനകത്ത് ഇനി ഫെർട്ടിലൈറ്റി അതിനകത്ത് കൊണ്ടിട്ടോന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് കാണിക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഒരു ക്യാരക്ടർ. ഇപ്പം ഈ ചിത്രത്തിലെ അമ്മ കഥാപാത്രം എന്ന് പറയുന്നത് ദീപിക പടുകോൺ. ദീപിക പടുകോന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. പ്രഗ്നന്റ് ലേഡി, പേരില്ല. അല്ല, മേ ബി ഇനി അങ്ങോട്ട് ഇനിയാണ് സംഭവങ്ങൾ. അല്ല, ഈ സിനിമയിലൊന്നും ചെയ്യാനില്ലായിരുന്നു. അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് അടിപൊളി. ഒന്നും പറയാം. ഈ മലയാളത്തിൽ കേട്ടിട്ട് പോലും നമുക്ക് നല്ലോണം സൂചിച്ചിട്ടുണ്ട്. ഇത് ദ്രോണാചാര്യന്റെ പുത്രൻ അശ്വത്ഥമാവ് എന്ന് പറയുന്നത് തന്നെ കേൾക്കാൻ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ പുരാണത്തിലേക്ക് എത്തുമ്പോൾ അർജുനായിട്ട് എത്തുന്നത് വിജയ് ദേവരകൊണ്ട. ആ വിജയ് ദേവരകൊണ്ടെ കാണിക്കുന്ന സീന് മറ്റേ ഇതുണ്ടല്ലോ, ആ വടി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതെന്റെ സുഹൃത്തിന്റെ ദണ്ടാണെന്ന് പറയുന്നില്ലേ. അപ്പം അർജുന്റെ ആണോ എന്ന് ചോദിക്കുന്നത്. അർജുൻ എന്തോ പറയുമ്പോ അർജുനാണോ, അർജുൻ അല്ല എന്ന് പറഞ്ഞിട്ട് അവനേക്കാളും ഇതായെന്ന് എന്ന് പറയുമ്പോ ആ സീനിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഈ അമ്പ ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കരമായിട്ട് ആ സീനിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് മുമ്പുള്ളതൊന്നും എനിക്ക് അത്ര എപ്പം മനസ്സിലായി കർണനാണ് എന്നുള്ളത്. അത് ക്ലൈമാക്സ് എത്തി. ക്ലൈമാക്സ് തൊട്ട് മുമ്പ് എനിക്ക് തോന്നി കർണനായിരിക്കാം. നമ്മുടെ ഒരു പുരാണ ഇത് വെച്ചിട്ട് ചിലപ്പോ കർണനായിരിക്കാം. കർണൻ എന്നാ ഞാൻ പറയുന്നത്. അപ്പൊ ലാസ്റ്റ് കർണൻ പറഞ്ഞപ്പോ ഓക്കെ കർണനാ. പിന്നെ ഒരു കാര്യമുണ്ട്, അർജുനെ എതിർത്ത് നിൽക്കാൻ ഒരേ ഒരു ആൾക്കേ പറ്റത്തുള്ളൂ. അത് കർണനെ പറ്റും. പുരാണത്തിൽ അതാ. അപ്പം അങ്ങനെ അത്രയും. പക്ഷെ എനിക്ക് ആദ്യമേ ഇത് ഇങ്ങനെ അശ്വത്ഥമാവ് വന്നതിന് ശേഷം പിന്നെ ഈ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇടിമിന്നൽ വരുന്നൊരു സീനുണ്ടല്ലോ. ഏതാ മറ്റേ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയും ആ സമയത്ത് ഒരു ഇടിമിന്നൽ വന്നിട്ട് ഒരു രഥത്തിന്റെ വീല് പോലത്തെ സ്ഥലത്തിന് അടിക്കുകയും ആ വീല് ഇളകി താഴോട്ട് വീഴുമ്പോഴത്തെ പ്രഭാസ് കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഒരു സീനുണ്ട്, വീല് കത്തിയിട്ട് ഇങ്ങനെ പ്രഭാസ് കയറി പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന സീനില് ബാക്ക്ഗ്രൗണ്ടില് ബാക്കില് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം, എനിക്ക് മനസ്സിലായില്ല ആരെയാണെന്ന്. ആ വീലിങ്ങനെ കയറി പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ കർണനെ കൊല്ലുന്ന സമയത്ത് വീലിന് പൂണ്ടുപോകുന്ന സമയത്താണ് അർജുൻ അമ്പെയ്തിട്ട് കർണനെ കൊല്ലും പുരാണത്തില്. ആ ഒരു ഐഡിയ എന്റെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിയാണോ അങ്ങനാണോ ആ ഒരു കണക്ഷൻ എനിക്ക് അപ്പം പോയി. പിന്നെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിമന്യു ഇല്ലേ, അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് കയറിയതിനു ശേഷം ഇതിനകത്ത് പെട്ടുപോകും. അഭിമന്യു പുരാണത്തില് പെട്ടുപോയിട്ട് ഇതിന് പുറത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല. അതായത് ചക്രം ഈ ഭേദിക്കാൻ കഴിയില്ല. അർജുനന്റെ വൈഫിന്റെ വയറ്റില് ആയിരുന്ന സമയത്ത് തന്നെ, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഇത് പഠിപ്പിച്ചു. പക്ഷെ അപ്പോഴേ അത് പഠിച്ചു കൊടുത്തു. ചക്രവ്യൂഹത്തിന് അകത്തോട്ട് കയറാൻ പഠിപ്പിക്കും, പക്ഷെ പുറത്തിറങ്ങാൻ പഠിപ്പിക്കത്തില്ല. അതിനു മുമ്പ് എന്തോ സംഭവിച്ചിട്ട് അത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ദ്രൗപദി എടുത്തോ മറ്റോ പറഞ്ഞു കൊടുക്കുന്ന കേട്ട് പഠിക്കണം, വയറ്റിൽ കിടന്ന് കേട്ട് പഠിക്കുന്നതാണ് ആ ഒരു ഇത് പുരാണം. അപ്പം അത് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇതേപോലെ തന്നെ ഈ യുദ്ധത്തിനിടയ്ക്ക് അഭിമന്യു അകത്ത് കയറി കഴിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് ആർക്കും പുറയിൽ നിന്ന് കയറാനും പറ്റിയില്ല, പാണ്ഡവർക്ക്. ഓക്കെ, അപ്പൊ പുള്ളി അകത്ത് പെട്ടു വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ചക്രം, ഈ രഥത്തിന്റെ എല്ലാ അമ്പെല്ലാം തീർന്ന് അസ്ത്രങ്ങളെല്ലാം തീർന്നതിന് ശേഷം രഥത്തിന്റെ വീലൂരി കറക്കിയിട്ടാണ് ലാസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്ക് അത് തന്നെ ആ തുടക്കത്തില് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഈ ക്യാരക്ടറിനെ എല്ലാം കാണിക്കുന്നുണ്ട് മോഡൽസ് പോലെ. അതൊരു ചക്രം പിടിച്ച് നിൽക്കുന്ന അഭിമന്യു നീ പറഞ്ഞ ഇപ്പം അതേപോലത്തെ സീൻ, അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് മറ്റേ ഇതാ മോഡൽസിനെ കാണിക്കുന്ന ക്യാമറ ഇങ്ങനെ പോകുന്നതായിട്ട് വരപ്പല്ല 3D മോഡൽ. അപ്പം അങ്ങനെ ഒരു തോന്നിയത് അല്ല, അങ്ങനെ ഒരു സീന് ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ ഈ വീല് വെച്ചോണ്ട് ഇങ്ങനെ കറക്കുന്ന വല്ലതും വരുവാണെങ്കിൽ ഇനി ചിലപ്പോ അഭിമന്യു ആവാം എന്നുള്ളത്. പക്ഷെ ഇത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ രഥം എന്താ പറയുക പൂണ്ടുപോയിട്ട് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടുകയാണ്. ഞാൻ അപ്പോൾ കർണൻ എന്നുള്ള ഒരു ഇത് വന്നത്. പിന്നെ പോകെ അല്ല, അത് ഞാൻ ആലോചിക്കും കർണൻ ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഓൾറെഡി കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അശ്വത്ഥാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നീ ആ ലോകത്ത് വേണം എന്നുള്ള രീതിയിലാണ് ശാപം കൊടുത്ത് അവിടെ വരെ മരണമില്ലാതെ ജീവിക്കുന്നത്.
കർണൻ വരുന്നത് എന്താണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അല്ലേ. ഞാൻ അടുത്ത ഇതിൽ മനസ്സിലാവുമായിരിക്കും കർണൻ എന്തുകൊണ്ട് വന്നു. പക്ഷെ കർണനാന്ന് അവൻ ഇന്ന് പിടിയിട്ടില്ല. അതെ, അവൻ ആ ഒരു തോട്ടിൽ പോയിട്ട് ഇതാക്കുവാണല്ലോ. എന്തായാലും നല്ല വൃത്തിയായിട്ട് ചെയ്തു, നല്ല അപാര സംഭവമായിരുന്നു. ഇനി ആ എന്താ പറഞ്ഞ എങ്ങനെ ഇത് ഡെവലപ്പ് ആവുന്നു കൽക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ചെറിയ വെർഷൻ ആട്ടോ, ഇത് തുടക്കം മാത്രമാണ്. ഇനിയാണ് അവരുടെ സ്ക്രിപ്റ്റിങ്ങിൽ എന്തൊക്കെ മാജിക് അവർ ചെയ്യാൻ പോകുന്നത്. ഇനിയും ഗംഭീര സാധനങ്ങൾ കൊണ്ടുവരാം. പിന്നെ അവരാ എനിക്കൊന്ന് ഈ പുരാണത്തിനകത്തോട്ട് ഒത്തിരി കയറാത്തതുകൊണ്ട് അവർ കാണിച്ച സീൻ, ഇപ്പം കുരുക്ഷേത്ര യുദ്ധമാണ് കാണിച്ചത്. ആ കാണിച്ച ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇത് അർജുനനും കൃഷ്ണനും മാത്രം ഇരിക്കുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കാണിച്ചിട്ടില്ല അവര്. അങ്ങനെ കാണിക്കാൻ നിന്നല്ല പഴയ സീരിയൽ പോലെ ആയിപ്പോയി കുറെ ആൾക്കാരെ വെച്ചിട്ട്. അതൊന്നും കാണിക്കാതെ നല്ല മിനിമലായിട്ട് കാണിച്ച് നമ്മളെ ഞെട്ടിച്ച്. അതെ, അത് ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് അല്ലേ. വേണമെങ്കിൽ ആൾക്കാർക്ക് അവർക്ക് വേറൊരു രീതി കൺവേ ബാക്ക്ഗ്രൗണ്ടിൽ യുദ്ധം നടക്കുന്നതായിട്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ ഇതൊന്നും നല്ല ക്ലാസ് ആയിട്ട് കാണിച്ചു. അതെ, അത് ശരിയാണ്. അമ്പൊക്കെ ഇരുന്നത് അടിപൊളിയായ സംഭവം. വന്ന് ഡിഷ് പൊട്ടിക്കുന്നതും. വേറൊരു മറ്റു സീൻ ഉണ്ടായിരുന്നല്ലോ, അത് ഓർമ്മയുണ്ടോ? അതായത് അർജുൻ ചോദിക്കുന്നുണ്ട്, അർജുൻ കൃഷ്ണന്റെ അടുത്ത് പറയുന്നു ഈ എന്തോ എന്റെ അടി അവൻ മമ്പ ചെയ്തപ്പോ എന്റെ 2 അടി മാത്രം പുറകോട്ട് പോകണം, അവന്റെ 10 അടി പുറകോട്ട്, എന്നിട്ടാണ് അവൻ ഞങ്ങൾക്ക് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പൊ കൃഷ്ണൻ പറയുന്നൊരു ഡയലോഗ് പൊളി സാധനം, നീ നിന്റെ രഥം സൂര്യദേവൻ തന്ന ഇത്, നിനക്ക് വായുപുത്രന്റെ ഇതുണ്ട്, തേരാളിയായി 3 ലോകം വാഴുന്ന ഞാനുണ്ട്. അപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ടിൽ കൃഷ്ണ മഹാവിഷ്ണുവിന്റെ ഇതൊക്കെ രൂപം കാണിക്കുന്നതും, എന്നിട്ട് അവൻ ആരാണെന്ന് 2 അടി പുറകോട്ട് വാഴുന്നുണ്ടെങ്കിൽ ഞാൻ ഊഹിക്കണത് ആരാണെന്ന്. സൂര്യ തേജസ് ഒന്നും കൂടെ കാണാം. അതെ, ഐമാക്സിൽ തന്നെ കാണാം. നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്ക്രീനിൽ വലുതായിട്ടൊന്ന് കാണണം. എനിക്ക് ഐമാക്സിലോ ഏരീസ് ഫ്ലെക്സ് അത് നല്ല സ്ക്രീൻ, അത് 4K അല്ല, അവിടെ അതൊന്ന് 3D കാണണ്ട, 3D കാണേണ്ട ആവശ്യമില്ല, 2D തന്നെ കണ്ടാൽ മതി. എനിക്ക് അതാ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ 3Dക്ക് വേണ്ടി എടുത്ത പടമൊന്നും അല്ലത്, 3D ഫോർമാറ്റിലായിട്ട് മാറ്റിയിട്ടാണെന്ന് തോന്നുന്നു. അതെ, 3D ക്യാമറ കൊണ്ട് ഉപയോഗിച്ച പടമൊന്നും അല്ല. അങ്ങനെയാണ് ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. 3D ഫോർമാറ്റിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ 3Dയിലാണ് കണ്ടത്. എനിക്ക് കുറച്ച് സ്ക്രീൻ കുറച്ച് ഡള്ളായിട്ടാ പോയത്. എനിക്ക് കുറച്ചും കൂടെ പോയ തിയേറ്ററിൽ ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്ന സീൻ എല്ലാം കുറച്ച് ഡാർക്ക് സാധനങ്ങളാണ്, നമ്മുടെ ഹോളിവുഡ് സാധനങ്ങൾ പോലത്തെ ഇച്ചിരി ഡാർക്ക്, എന്നാലേ അത് സൂഹിക്കത്തുള്ളൂ. ലൈറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ ആദിപുരുഷ് ഭയങ്കര ലൈറ്റ് അല്ലേ, ഭയങ്കര വൃത്തികളായി പോയി. ഇത് പക്ഷേ അങ്ങനെ എനിക്ക് 3D കാണാതിരിക്കാൻ നല്ലത്. 2Dയിലാവുമ്പോൾ എനിക്കും എന്റെയും ഇതങ്ങനെയാണ്. ഐമാക്സ് എനിക്ക് 3D ആയിരിക്കും. ആണോ? ഐമാക്സ് 3D ഒരു രക്ഷയില്ല. ഞാൻ അവതാർ പോയി കണ്ടല്ലോ. അവതാറിനകത്ത് നായിക വെള്ളത്തിൽ കിടക്കുന്ന വെള്ളത്തിൽ നിന്നിട്ട് സെക്കൻഡ് ഹാഫിലാന്ന് തോന്നുന്നു, വെള്ളത്തിൽ കിടന്ന് വെള്ളത്തിന്റെ അടിയിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് മണ്ണിനകത്ത് ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട്, കടലിൽ കിടന്നിട്ട്. ആ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മുതലായ ഒരു സീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ വെള്ളം ഇങ്ങനെ അനങ്ങുന്നത് നമ്മളും ഇങ്ങനെ ഇരുന്ന് അനങ്ങും. നല്ല എന്ത് ക്വാളിറ്റിയാണെന്നറിയോ, ഭയങ്കര ക്ലിയർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ക്ലിയർ. അപ്പം ആ വെള്ളത്തിന്റെ ഒരു ഇത് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ വെള്ളം. അപ്പം ഈ വെള്ളത്തിന്റെ ഓളത്തിനനുസരിച്ച് മണ്ണിനകത്ത് മറ്റേ ഓളത്തിന്റെ ഈ ഷാഡോ വരും. അതൊക്കെ വരണമല്ലോ, തലയ്ക്കകത്ത് വരണമല്ലോ, എന്നിട്ടല്ലേ ഇത് ചെയ്യണ്ടോ. അത് എന്ത് വൃത്തിയായിട്ട് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിങ്ങനെ അടച്ച് വെള്ളത്തിനിടയ്ക്ക് വെച്ച് അടയ്ക്കും. എണ്ണിക്കുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ മുഖത്തുനിന്ന് ഇങ്ങനെ. ഇത് സ്ലോ മോഷൻ അല്ല, അതിന് നമുക്ക് ചിലപ്പോൾ സ്ലോ മോഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ വരാനായിട്ട് സ്ലോ മോഷൻ ആക്കി ഭയങ്കര സിനിമാറ്റിക് ആക്കാം. ഇതൊന്നും ചെയ്തില്ല, സിമ്പിൾ ഒരു സീനാണ്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് നല്ല സ്ഥലം എന്ന് തോന്നും. അപ്പൊ ഐമാക്സിൽ കാണുന്നതായിരിക്കും ബെറ്റർ. ഐമാക്സിലോ നല്ല സ്ക്രീനിൽ ഏതെങ്കിലും ഒരു നല്ല സ്ക്രീനിൽ ഒരു 4K എങ്ങനെ പിടിച്ചാൽ അടിപൊളിയായിരിക്കും. അതെ, ഞാൻ തല വെച്ച് പോലെ തല്ലിപ്പൊളി സ്ക്രീനിൽ വെക്കാതിരിക്കുന്നത് കുറച്ച് ഡാർക്കായി പോയി. ഒന്നും കൂടെ ഒന്ന് കാണാം. അത് കാരണം ഒന്ന് കാണാം. എനിക്ക് ഇപ്പൊ പുരാണത്തിലോട്ട് കടക്കുന്ന സീൻ ആണെങ്കിൽ മാത്രം വെച്ച് നമുക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി ഒരു ടിക്കറ്റ് കൂടെ എടുക്കാൻ. അതെ, പക്ഷെ ഈ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായി. ശരിയാണ്. ഈ ഫ്യൂച്ചറിസ്റ്റിക് ലോകത്തേക്ക് കടക്കുമ്പോൾ പ്രഭാസിന്റെ കുറച്ച് ഷോ ഉണ്ട്, അത് മാത്രം ഇച്ചിരി ലാഗ് അടിച്ച്. ലാഗ് എന്ന് പറഞ്ഞാൽ അതിലല്ല തെലുങ്കന്മാരുടെ സ്ഥിരം ഗിമിക്സ് ആയി പോയി. അതെ, അതൊക്കെ ഒഴിവാക്കായിരുന്നു, പറ്റത്തില്ല, അവർക്ക് പറ്റത്തില്ല. പക്ഷെ ഇത് പ്രഭാസിന്റെ പടവെന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് പ്രഭാസിന്റെ പടവേ അല്ല. എനിക്ക് വേണമെങ്കിൽ അമിതാഭ് ബച്ചന്റെ പടം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ, അമിതാഭ് ബച്ചനാണ് ഇതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത് മൊത്തം.
പക്ഷെ പ്രഭാസിലോട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് വരുമായിരിക്കും, ഇനി പ്രഭാസ് ഷോ കാണേണ്ടി വരും. അതെ അതെ. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് പടം കറക്റ്റ് സ്ലോട്ടി വന്നു വീണിട്ട് സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് പൊളിക്കാനങ്ങോട്ട് തുടങ്ങി. അത് അന്യ പരിപാടി. പിന്നെ ഈ സെക്കൻഡ് ഹാഫിൽ തന്നെ ക്ലൈമാക്സ് എടുക്കുമ്പോഴത്തേക്ക് റീഇൻട്രോ, പ്രഭാസിന്റെ ആദ്യത്തെ ഇൻട്രോയുടെ ക്ഷീണം എല്ലാം മാറി സെറ്റ്. ആ സമയത്ത് ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ വന്നത് വൈകിപ്പോയോ ആചാര്യപുത്ര. അതെ, ഡയലോഗ് പ്രസന്റേഷനും ഒക്കെ മലയാളത്തിൽ ഡബ് ചെയ്താണെങ്കിലും ആ ഡബിങ്ങിലൊന്നും ഒരിക്കലും മോശമായിട്ട് തോന്നിയിട്ടില്ല. സാധാരണ നമ്മൾ ഡബിങ് കുറ്റം പറയുന്നേ, നമ്മള് ഡബിങ് കൊളായി. പക്ഷെ അതൊന്നും കേട്ടിട്ട് എനിക്ക് എന്ന് വെച്ചാൽ ഈ ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഡബ് ചെയ്തേക്കുന്ന, കൃഷ്ണനൊക്കെ ഡബ് ചെയ്തേക്കുന്ന അർജുൻ ദാസാണ്. അർജുൻ ദാസിന്റെ ശബ്ദം നമുക്ക് അറിയാമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ശബ്ദവും നമ്മളെ മലയാളത്തെ ശബ്ദം വെച്ച് കമ്പയർ ചെയ്ത ആനയാടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്കത് തോന്നിയില്ല. പിന്നീട് നമ്മൾ അത് ഏതോ സാധാ ഡബ് ചെയ്യുന്ന ആരെയാണെന്ന് ഒരു പിടിയില്ല. അർജുൻ ദാസ് അല്ല, അർജുൻ ദാസ്. ആ ശബ്ദങ്ങൾ നമുക്ക് അറിയാലോ അർജുൻ ദാസ്. അങ്ങനെ ഹിന്ദിയില് വിജയ് ദേവരകൊണ്ടയും പ്രഭാസും ഒക്കെ അവരുടെ തന്നെ വോയിസുള്ള, പിന്നെ അറിയാവുന്ന വലിയ വലിയ താരങ്ങളുടെ. അമിതാഭ് ബച്ചന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഹിന്ദിയല്ല കാണാൻ പറ്റത്തുള്ളൂ. തെലുങ്കില് എനിക്ക് തോന്നുന്നു അതുപോലൊരു ശബ്ദം ഉണ്ട്. അമിതാഭ് ബച്ചൻ തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഇത് എല്ലാത്തിലും ഒരേപോലെ ശബ്ദം വന്നത് കമലഹാസന്റെ. എനിക്കൊന്ന് മലയാളത്തിൽ കമലഹാസൻ അല്ലെന്നാ തോന്നുന്നത്. കേട്ടിട്ട് എനിക്കൊരു ഒരു മറ്റേ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെ തോന്നി. ഒരു എല്ലാരും പറഞ്ഞ മലയാളത്തിലും കമലഹാസൻ ഡബ് ചെയ്തു എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയൊരു വ്യത്യാസം. അമിതാഭ് അല്ല കമലഹാസൻ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, അത്രയുണ്ട്. കമലഹാസന്റെ വോയിസ് നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു രക്ഷയില്ല. ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഡയലോഗിനകത്തൊന്നും പറയാനില്ല വലിയായിട്ട്. ഈ പുരാണത്തിൽ കയറിയ ഡയലോഗ് അടിപൊളിയായിരുന്നു. അത് ഇച്ചിരി ഉള്ളെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. എന്ന് വെച്ചാൽ പഞ്ചുണ്ട് നമുക്ക്. എനിക്ക് മേ ബി മലയാളത്തിലേക്ക് എനിക്കതാ ഞാൻ കൂടുതലും ഡബ്ഡ് മൂവീസ് ഉണ്ടല്ലോ, തെലുങ്ക് മൂവീസ് പ്രധാനമായിട്ടും. തെലുങ്ക് മൂവീസ് ഞാൻ തമിഴിൽ കാണാനാണ് എന്റെ ചോയ്സ്. തമിഴിലാണ് ഫസ്റ്റ് ചോയ്സ്. തമിഴിൽ ഒരു ഗാംഭീര്യമുണ്ട്. തമിഴിന് ഭാഷയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മലയാളത്തിന് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട് ഭാഷയ്ക്ക്. ഇപ്പൊ ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ഉപയോഗിക്കും. പിന്നെ ചില ഡയലോഗുകൾ കറക്റ്റ് പഴയതുപോലെ തന്നെ പറഞ്ഞാൽ ക്രിഞ്ചായി പോകുന്നതും ഒക്കെ ഒരു മലയാളത്തിന്റെ ലിമിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ തമിഴില് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഈവൻ ബാഹുബലി ആണെങ്കിൽ ഞാൻ തമിഴിലാണ് കണ്ടത്. പിന്നെ ടി വിയിൽ മറ്റോ വന്നപ്പോഴാണ് മലയാളത്തിലേക്ക് എലിവേറ്റ് ചെയ്യാൻ തമിഴിന് പറ്റും. തമിഴ്, തെലുങ്ക്, അതെ, ഹിന്ദി എന്താണെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഒരു വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കിട്ടും അത്. പക്ഷെ അതുപോലത്തെ നല്ല വോയിസ് ഉള്ള ആൾക്കാർ വേണം. തമിഴില് അവര് ഈ ഇംഗ്ലീഷ് സിനിമ കംപ്ലീറ്റ് ഡബ് ചെയ്ത് ഇവരങ്ങ് തെളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും, നല്ലോണം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൊണ്ട് തമിഴ് ചൂസ് ചെയ്യാറുണ്ട് പടങ്ങളിലെല്ലാം. നമുക്കിവിടെ തമിഴ് എനിക്ക് ഓപ്ഷനില്ലെന്ന് തോന്നുന്നു. ഇല്ല, മലയാളം തോന്നുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു മിക്കാനും ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റിലെല്ലാം മലയാളമാണ്. പക്ഷെ എനിക്ക് ആ ഡയലോഗുകൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു തോന്നുന്നു. ഡയലോഗ് കുറച്ചും കൂടെ എന്തോ ഒരു ആവറേജ് കുഴപ്പമില്ല. ഫ്യൂച്ചറിസ്റ്റിക് ലോകത്ത് ഇപ്പോഴത്തെ കാലം അല്ല, ഫ്യൂച്ചർ ലോകം കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് വലിയ ഡയലോഗ്സ് ഒന്നും ഇല്ല. പറയത്തക്ക പഞ്ച് ഡയലോഗ്സ് ഒന്നും ഇല്ല. പിന്നെ ഈ പുരാണത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാ കുറച്ചും കൂടെ അമിതാഭ് ബച്ചന്റെ ഡയലോഗുകൾ വരുന്നത്. അത് തന്നെ അമിതാഭ് ബച്ചൻ എനിക്ക് 2 വർഷം അമിതാഭ് ബച്ചൻ സംസാരിച്ചിട്ടുണ്ട് ഹിന്ദി. ഞാൻ പറഞ്ഞത് ഞാൻ ഹിന്ദിയുടെ ചില ഇത് കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ആ പഴയ പുരാണ സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇതുണ്ട്, ആ ഏജ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം വോയിസിൽ. അങ്ങനെ കുറച്ച് മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന കണക്ക് ഒരു വോയിസിൽ ഒരു മോഡുലേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മലയാളത്തിൽ സാധാ ആളാ കൊടുത്തതുകൊണ്ട് പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം കുഴപ്പമില്ല മലയാളം ഡബിങ് കുഴപ്പമില്ല. ബട്ട് കുഴപ്പമില്ലെന്ന് വെച്ചാൽ പഴയത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്. അത് മലയാള ഭാഷയുടെ പരിമിതിയാണ്. നമുക്ക് പിന്നെ നായകന്മാരെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയല്ലോ ഈ വോയിസ് കൊണ്ട് തന്നെ. അല്ലു അർജുൻ പറഞ്ഞ പോലെ ഇപ്പം പ്രഭാസിന്റെ ഇപ്പൊ 2-3 പടങ്ങൾ ഒരാളാ വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രഭാസ. ഇനിയിപ്പം അടുത്ത പാട്ടുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോ അങ്ങ് ഇതാവും, കണക്ട് ആവും. അതെ അതെ കണക്ട് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു അതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ, മറ്റേ ലിഫ്റ്റ് പോലെ സാധനം ഉണ്ടല്ലോ കൈ, അത് നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. അത് വളരെ പൊക്കി എടുത്ത് കൊണ്ടുവന്നിരുന്നത്. അതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നതും മോതിരമുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ അതിനകത്ത്, അയാളല്ലേ അതിന്റെ സ്വിച്ച് ഇടുന്ന പോലെ ലൈറ്റൊക്കെ എത്തിയിട്ട്
ഹെംദാൽ, എനിക്കതാ തോന്നിയത്. തോറിനകത്ത് ഹെംദാലില്ലേ, പോർട്ടൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നില്ലേ മറ്റേ കമ്പ് വെച്ചിട്ട്, ആ ഹെംദാലിന്റെ വീട്. എനിക്കതാ ഫീൽ ചെയ്തത്. എനിക്ക് കണ്ടപ്പോ ഹെംദാലാണ് അതായത് ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ ഈ പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തെ ഓ ഹെംദാൽ എല്ലാം കണക്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷെ കൊള്ളാം. നമുക്ക് അയ്യോ അത് കോപ്പിയാണേ എന്ന് പറയാൻ നമുക്ക് ആ സമയത്ത് തോന്നിയില്ല. മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സാധനം കണ്ടിറങ്ങി ഫ്രഷ് ഫീൽ ഉണ്ട്. അത് പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി പടം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് കോപ്പിയാണോ അതല്ല മറ്റേതിന്റെ ഇത് ക്യാമറ ഇങ്ങനെയാണ് മറ്റേത് ഇങ്ങനല്ല ഇതിങ്ങനാണ് അങ്ങനെ കുറ്റം പറയാനല്ല. എനിക്ക് തോന്നിയത് നല്ലൊരു സിനിമ, ഈ ഒരു സിനിമ ഇന്ത്യയിൽ സംഭവിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക് പടം കണ്ട് ഇറങ്ങിയപ്പോ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ എനിക്ക് കുറ്റം പറയാനോ റിവ്യൂ പറയാനോ എനിക്കൊരു ഫുൾഫിൽ ഒരു ഇത് സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇത് കാണിച്ചതല്ലോ. അതെ, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് ഇത് സാധിക്കും, ഇനി സാധിക്കും എന്നുള്ളത് കാണിച്ചത്. അതെ, ഇനിയും ഭയങ്കര എനിക്ക് തോന്നുന്ന ഞാൻ പറയാം, ഈ മലയാളത്തില് ഗ്രാഫിക്സ് എനിക്ക് കുറച്ചും കൂടെ കിടിലായിട്ട് ചെയ്ത് മരക്കാർ എനിക്ക് നല്ലതായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കടൽ സീനുകളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അതിന് കുറ്റം പറഞ്ഞ് VFX കൊള്ളൂല എന്ന്. അതൊരു ആനയുടെ സീൻ വെച്ചിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞത്. പക്ഷേ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അല്ല, VFX-നകത്ത് എനിക്ക് കുറ്റമൊന്നും പറയാം. മരക്കാർക്ക് പടം പൊളിയായിരുന്നു. പടത്തിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാം മറ്റേ എന്താ പറഞ്ഞ ബ്രഹ്മയുഗത്തിനകത്ത് സാമ്പാർ വെക്കത്തില്ലേ, എല്ലാം കൂടെ വെട്ടിക്കടിച്ചിടത്ത് അതിലൊരു ഫീലായി കിട്ടിയത്. എന്നുവെച്ചാൽ അതിലൊത്തിരി സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ലെന്നേ. ഒരു ഭയങ്കര പടം എടുക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ലോക്കാവുന്ന കറക്റ്റ് സമയത്തല്ല ലോക്ക. ഇനി സ്ക്രിപ്റ്റിനകത്ത് കുറെ പണിയെടുക്കാണ്ടായിരുന്നത്. ഉണ്ടായിരുന്നത് അത് സിമ്പിളായിട്ട് ഞാനൊരു അന്ന് പറഞ്ഞിട്ടുള്ളതാ, ഇനി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം.